ഹലോ ഹേ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് ചോദിക്കില്ലേ, കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് 2 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ശ്രദ്ധിച്ചും കൂടെ ഞങ്ങൾക്ക് ബാങ്ക് വരെ പോകണമായിരുന്നു. അതാണ് കണ്ണിൽ കരിയൊക്കെ എഴുതിയേക്കുന്നത്. അപ്പോൾ മോള് പറഞ്ഞത് ആ പടർന്ന് വാരിയൊക്കെ ഇരിക്കുന്നല്ലോ, കുളിച്ചിട്ട് പോയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയതാണ് കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്നു. അപ്പം നമ്മളെ സിന്ധുജ നമുക്ക് കുറച്ച് മുരിങ്ങയ്ക്കയും മാങ്ങയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാങ്ങ അച്ചാറിടണം. പിന്നെ മുരിങ്ങക്കോലി ഞാൻ മാറ്റി വെച്ചു കേട്ടോ, തോരൻ വെക്കണം. ഇനിയിപ്പോൾ തോരൻ രാത്രി വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പം മാങ്ങയ്ക്കകത്ത് കായപ്പൊടി ഉപ്പൊക്കെ വാരിയിട്ട് അതിനെ ഒന്ന് മാറ്റി വെച്ചു. അപ്പം മോള് കുറച്ച് മാഗി ഉണ്ടാക്കി, പിന്നെ അതൊക്കെ ഇരുന്ന് കഴിച്ചു. ഞാൻ ഇത്തിരി കഴിക്കത്തുള്ളൂ കേട്ടോ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ എന്താ ബോറടിക്കുമ്പം അവൾ കഴിക്കുമ്പം കൂടെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചു. മോൻ രാത്രി വരുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ടേ കോളേജിൽ പോയിക്കുമായിരുന്നു. പിന്നെ പാലമൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഹോർലിക്സ് പൊടിയും കൊണ്ട് മേടിച്ചു, അതും കൂടെ കാച്ചാൻ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മലക്കറി എല്ലാം ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചു. സാമ്പാർ വയ്ക്കാം ഇവിടെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് സാമ്പാർ കാണുമല്ലോ. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത് അച്ചാറിനുള്ളതാണ്. അപ്പോഴത്തേക്ക് നമ്മൾ അക്കൊച്ചേട്ടൻ എന്താക്കുക, അതൊക്കെ തുറന്ന് നമ്മൾ അകത്തോട്ട് വരുവാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ അകത്ത് വരില്ല, എങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കും. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ നല്ല അടിപൊളി ചൂര കൊണ്ടുവന്നു. ചൂര കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു കുറച്ച് അച്ചാർ ഇടണമെന്ന്. പക്ഷേ ഒറ്റ ദിവസത്തേക്കേ കാണത്തുള്ളൂ കേട്ടോ. ഇവിടെ പിന്നെ കറി അവൻ കൂട്ടത്തിൽ, അവൻ അച്ചാറാണെങ്കിൽ രാവിലെ കാപ്പിയിലൂടെ, ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ, രാത്രിയിലും കാപ്പിയിലൂടെ അങ്ങനെ കഴിച്ചോളും. അങ്ങനെ ചേട്ടൻ വെട്ടിയപ്പോൾ ഞാൻ കളിയാക്കി ചോദിച്ചത് പൊന്നാരയാണോ ചക്കരയാണോ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ തലേന്ന് നമ്മൾ പൊന്നാര മീൻ കൊണ്ടുവന്നത് വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. അങ്ങനെ ആ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് എല്ലാത്തിനും മുറിച്ച് മാറ്റി. അങ്ങനെ നമ്മൾ മാങ്ങാച്ചാറ് പെട്ടെന്ന് ഇട്ട് മാറ്റി കേട്ടോ. അത് ഞാൻ നേരത്തെ അതിന് ഉപ്പിട്ട് വെച്ചിരുന്നല്ലോ. അപ്പം അതിട്ട് ഇനി ഇതാ കുറച്ച് അച്ചാറിനുള്ളതും മീൻ കറിക്കുള്ളതും പിന്നെ മുളക് കറിക്കുള്ളതും മീനെല്ലാം ഇങ്ങനെ തരം തിരിച്ച് വെച്ചു. അങ്ങനെ മുളക് കറിക്കുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാറിനുള്ളതും ഇത് നമ്മൾ അച്ചാറിടാനുള്ള ഇഞ്ചിയും പച്ചവെള്ളം വെളുത്തുള്ളിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ മീൻ ഇത് മുളക് കറിക്കുള്ള തലയും മുള്ളും എല്ലാം കൂടെ അച്ചാറിട്ട പാത്രത്തിൽ തന്നെ മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ഇത് പൊരിക്കാനാണ്. നമ്മുടെ പൊരിച്ചിട്ട് മീൻ എന്താ പറയുന്നത് അച്ചാറിടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അക്കൂന് നമ്മളെ ചൂര മസ്റ്റാണ് കേട്ടോ. ചൂര മേടിച്ച് അവന് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവൻ നിലവിളിച്ച് അവിടെ മൊത്തം കിടന്ന് നിലവിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവന് ഞാൻ പെട്ടെന്ന് തന്നെ വേവിക്കാൻ 2 വെച്ചു. അങ്ങനെ നമ്മൾ ഉറക്കെല്ലാം നല്ലോണം നമ്മൾ മൂപ്പിച്ചിട്ട് അരച്ചൊക്കെ എടുക്കൂലേ, അത് തന്നെ. എന്നിട്ട് മീനെല്ലാം പറക്കിയിട്ട് കൊടുത്തിട്ട് പുളിയല്ല ചേർത്ത് കേട്ടോ, കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂര ആയതുകൊണ്ടേ പിറ്റേന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാൻ പറ്റില്ല. അങ്ങനെ മീൻ വറുക്കാൻ എടുത്തിട്ട് നമ്മൾ മീൻ അച്ചാറിടാനായിട്ട്. പക്ഷേ ഇത് ഒറ്റ ദിവസത്തേക്കേ ഉള്ളായിരുന്നു കേട്ടോ. രാത്രി തന്നെ എല്ലാവരും ദോശയോടെ കൂട്ടി, പിന്നെ രാവിലെ അങ്ങനെ ആകുമ്പോഴത്തേക്ക് തീരുമല്ലോ. അങ്ങനെ അക്കുവിനുള്ള മീനെല്ലാം പിച്ച് പറിച്ച് കൊണ്ടുവച്ച് കൊടുത്തു. അവൻ പിന്നെ എളുപ്പം തന്നെ കെട്ടിയ പാടെ അത് മൊത്തം അകത്താക്കി. അങ്ങനെ നമ്മളെ മുളക് കറിയൊക്കെ വെന്തു. പിന്നെ സാമ്പാർ പെട്ടെന്ന് വഴറ്റാൻ എണ്ണയില്ലാത്തതുകൊണ്ട് അതിനെ വെള്ളത്തിൽ തന്നെ അങ്ങ് വേവിച്ചെടുക്കുവാണ്. ഇനി രാവിലെ എണ്ണ മേടിച്ചിട്ട് കടുവറക്കാമെന്ന് വെച്ചിട്ട് അത് മുളക് മാറ്റി. അപ്പോൾ രാത്രി എല്ലാ ജോലികളും ഒതുക്കി വെക്കുന്നതുകൊണ്ട് ചേട്ടന് രാവിലെ നല്ല എളുപ്പമുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് രാവിലെ എണ്ണിക്കലും നടക്കത്തേ ഇല്ല കേട്ടോ. അങ്ങനെ മീൻ വറുത്ത പാത്രത്തിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ഇതും എല്ലാം തട്ടിയിട്ട് കൊടുത്ത്. അപ്പോൾ ചുമന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള തന്നെ കുത്തി എരിഞ്ഞ് വാരിയിട്ട് കൊടുത്തിട്ടാണ് മൂപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, ഒറ്റ ദിവസത്തേക്കല്ലേ ഉള്ളൂ. അച്ചാറായാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് വിനാഗിരിയെ ചേർത്തോളൂ. ഇതിരിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്നിട്ടാൽ നാളെ വൈകിട്ട് തീരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ മക്കൾ കൂട്ടുന്നതെങ്ങനെയെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് വിനാഗിരിയും കുറച്ച് ചേർത്ത്, കുറച്ച് തിളച്ച വെള്ളമൊക്കെ ചേർത്ത് അച്ചാറാന്ന് വിളിക്കാമോ എന്ന് എനിക്കറിഞ്ഞൂടാ. എങ്കിലും അച്ചാറിൻ്റെ മണവും ടേസ്റ്റും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാർ അവിടെ കൂക്കി വിളിക്കുന്നുണ്ട്, അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ നമ്മൾ അച്ചാറിനെ ഒന്ന് നല്ല തിളപ്പിച്ച് വാരി അങ്ങ് മാറ്റി വെക്കാം. അങ്ങനെ അച്ചാറും റെഡിയായി. ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ വായിക്കൂടെ കപ്പലോടും കേട്ടോ. അവന് പിന്നെ ഇങ്ങനെ എത്രയാണെങ്കിൽ അച്ചാറെന്ന് പറഞ്ഞാൽ ഭയങ്കര. അതുകൊണ്ടാണ് ഈ മാങ്ങ കിട്ടിയാലും ഞാൻ അച്ചാറിടുന്നു. പിന്നെ ബീട്രൂട്ട് അച്ചാർ അതൊക്കെ ഇട്ട് കൊടുത്താൽ തിന്നു. തോരയില്ലെങ്കിലും ബീട്രൂട്ട് അച്ചാർ ഇടുന്നോളും. അങ്ങനെ നമ്മൾ കറി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂവി കൊടുത്താൽ കറി റെഡി. ഇതിന് പിന്നെ കടുവറക്കാറില്ല കേട്ടോ. ഇതിന് സാമ്പാറിനെ കടുവറക്കാവുള്ളൂ. അപ്പോഴത്തേക്ക് മോൾ എഴുന്നേറ്റ് വന്ന് നമ്മളെ ദോശക്കുള്ള പരിപാടി നോക്കണം കേട്ടോ. എനിക്ക് 3, ചേട്ടന് 4, അവന് 3, ഇവക്ക് 2. അങ്ങനെയാണ് നമ്മൾ രാത്രിത്തെ പരിപാടി. ചിലപ്പോൾ ഞാൻ 2 കഴിക്കൂ. അപ്പോൾ അത് രാത്രി പോയി പിന്നെ മീനൊക്കെ എല്ലാം എടുത്തില്ലേ ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് വന്നിട്ട് അവിടുത്തെ ഓരോ കഥകൾ പറയുകയാണ് കേട്ടോ. അങ്ങനെ അടുക്കളയൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയുള്ളൂ. ഓക്കേ.